1965 ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി ഇതേപോലത്തെ ഒരു കോള് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് നമ്മൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു മീല് കഴിക്കുന്ന ഒരു മീല് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. ഗോൾഡ് കല്യാണങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഫംഗ്ഷൻസിന് ഇന്ത്യയിലെ ഗോൾഡ് ഭയങ്കര ക്രേസാണ്, ആൾക്കാർക്ക് ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഗോൾഡ് വാങ്ങിക്കുന്നത് കുറയ്ക്കുക. ചൈനീസ് അഗ്രഷൻ കാലഘട്ടത്തിൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തും ഗോൾഡും ജ്വല്ലറി എല്ലാം ഡൊണേറ്റ് ചെയ്യാൻ നാഷണൽ റിക്വസ്റ്റ് വെച്ചിരുന്നു. അതായത് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് എല്ലാവരും ജ്വല്ലറിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം യുദ്ധം നടക്കുന്നുണ്ട്, ഫണ്ടിന് വലിയ ആവശ്യമുണ്ടായിരുന്നു. മോഡി പറയുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങളിൽ നമ്മളൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു 10% നമുക്ക് ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം $40 ബില്യൺ വരെ തന്നെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നാഷണൽ ഇൻട്രസ്റ്റിന് കുറേ കാര്യങ്ങൾ സാധാരണ സിറ്റിസൻസിനോടും ജനങ്ങളോടും ബിസിനസ് ഹൗസസിനോടും ഈവൻ ഗവൺമെൻറ്റ്സിനോട് പോലും പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം ചർച്ചയായതും വളരെ ട്രെൻഡ് ചെയ്തൊരു സംഭവമാണ്. മോഡി പറയുന്നുണ്ട്, അതായത് ഇനി കൂടുതലും വർക്ക് ഫ്രം ഹോം ആക്കാൻ നോക്കുക, വെർച്വൽ മീറ്റിംഗ്സ് എടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഗോൾഡ് കല്യാണങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഫംഗ്ഷൻസിന് ഇന്ത്യയിലെ ഗോൾഡ് ഭയങ്കര ക്രേസാണ്, ആൾക്കാർക്ക് ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ഗോൾഡ് വാങ്ങിക്കുന്നത് കുറയ്ക്കുക, കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുക. അതേപോലെ ഇൻ്റർനാഷണൽ ട്രിപ്സ്, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ്, അതേപോലെ ഫോറിൻ ടൂറുകൾ, അനാവശ്യമായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ആവശ്യമില്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി ഡൊമസ്റ്റിക് ടൂറിസം എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കേട്ടു. അതേപോലെ കുക്കിംഗ് ഓയിൽ കൺസംഷൻ, കുക്കിംഗ് ഇതൊക്കെ ഓയിൽ കുറച്ചുകൂടെ കുറയ്ക്കാൻ നോക്കുക. കർഷകരോട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ പറഞ്ഞു. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഫെർട്ടിലൈസേഴ്സ് കുറയ്ക്കാൻ നോക്കുക. മൊത്തത്തിൽ സ്വദേശിയാവുക. പണ്ടത്തെ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന പോലെ സ്വദേശി മൂവ്മെൻറ്റ് പോലെ ഇമ്പോർട്ടഡ് ഗുഡ്സിന് പകരം നമ്മുടെ തന്നെ ഡൊമസ്റ്റിക് ഗുഡ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് പ്രൈം മിനിസ്റ്റർ ഇത് പറയുന്നത്. ജനങ്ങളെല്ലാം ഇത് കേൾക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയൊരു എക്കണോമിക് ക്രൈസിസിലാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ട് ബില്ലാണ്. നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കുറേ സംഭവങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം, അത് ഡോളറിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് അഥവാ ഫോറക്സ് എന്ന് പറയുന്നത് വളരെയധികം ഇവിടെ കൺസേൺഡ് ആണ്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ, ഇറാൻ ക്രൈസിസ് നടന്നതിന് ശേഷം വെസ്റ്റ് ഏഷ്യയിലെ മൊത്തത്തിലുള്ള ക്രൈസിസ്, ഹോർമൂസ് സ്ട്രെയ്റ്റിൻ്റെ ഒക്കെ ഇഷ്യൂ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഓയിൽ, ഫെർട്ടിലൈസർ, LNG ഇതൊക്കെ ഇന്ത്യയിലേക്ക് വരാനും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇതിൻ്റെ സപ്ലൈ പോകാനും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനർജി പ്രൈസസ്, പെട്രോളിൻ്റെ പ്രൈസസ്, ഇപ്പോൾ മോഡി പറയുന്നുണ്ട് പെട്രോൾ ഉപയോഗിക്കാതെ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കൂ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കൂടിയതുകൊണ്ട് തന്നെ ഇന്ത്യ ഓൾമോസ്റ്റ് 85% ഓഫ് എനർജി ആവശ്യങ്ങൾ, ഇതേപോലെ ഓയിൽ, LNG ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടിൽ ഡിപ്പെൻഡൻ്റ് ആണ് ഒന്ന്. ഇനി അതേപോലെ തന്നെ ഓയിൽ, ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ഓയിലാണെങ്കിലും ഒരുപാട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ്, വലിയൊരു അളവ് വരെ ഗോൾഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഏകദേശം $72 ബില്യൺ ആണ് കഴിഞ്ഞ ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ഈ കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കുറച്ചും കൂടെ മെച്ചപ്പെടും എന്നുള്ളൊരു പോയിന്റും കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ ഫോറക്സ് റിസർവ്, നമ്മുടെ റിസർവ് എന്ന് പറയുന്നത് ഏകദേശം 728 ബില്യണിന് 690 ബില്യണായിട്ട് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പ് വരുന്ന സമയത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. നരേന്ദ്രമോദിയാണോ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കോൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ കോൾ ആദ്യമായിട്ടല്ല. നമുക്ക് ഒരുപാട് പാരലൽസ് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആദ്യമായി 1965 ഇന്ത്യ പാകിസ്ഥാൻ വാറിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി ഇതേപോലത്തെ ഒരു കോള് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് നമ്മൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒരു മീല് കഴിക്കുന്ന ഒരു മീല് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഫുഡ് ഗ്രെയിൻസ്
വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തിങ്കളാഴ്ച മൺഡേ ഫാസ്റ്റിംഗ് ആണ് കൂടുതലും അനൗൺസ് ചെയ്യുന്നത്. തിങ്കളാഴ്ച വ്രതം പോലെ തന്നെ ഒരു നേരം കഴിക്കേണ്ട. അത് മോഡലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒരു മോഡൽ എന്ന രീതിയിൽ അത് ചെയ്തു തുടങ്ങി. ഇത് ഫുഡ് ഗ്രെയിൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്റർമാർ കാലാകാലങ്ങളിൽ നാഷണൽ സെക്യൂരിറ്റിയോ ഇതേപോലത്തെ ഫുഡ് ഷോർട്ടേജോ എക്കണോമിക് പ്രഷറോ വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മൂവുകൾ എടുത്തിരുന്നത്. അതേപോലെ തന്നെ 1962 ചൈനീസ് അഗ്രഷൻ കാലഘട്ടത്തിൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തും ഗോൾഡും ജ്വല്ലറി എല്ലാം ഡൊണേറ്റ് ചെയ്യാൻ നാഷണൽ റിക്വസ്റ്റ് വെച്ചിരുന്നു. അതായത് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് എല്ലാവരും ജ്വല്ലറിയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം യുദ്ധം നടക്കുന്നുണ്ട്, ഫണ്ടിന് വലിയ ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഇന്ദിരാഗാന്ധിയുടെ സമയത്തും ഗോൾഡിൻ്റെ കൺട്രോൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് മൻമോഹൻ സിംഗിൻ്റെ സമയത്തും PV നരസിംഹറാവുയുടെ സമയത്തും പ്രത്യക്ഷത്തിൽ പബ്ലിക്കിനോട് ഡയറക്റ്റ് പറയാതെ തന്നെ ഇൻഡയറക്റ്റ്ലി ഉള്ള ഒരുപാട് കൺട്രോളുകൾ ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഗവൺമെൻറ് എല്ലാ കാലവും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇൻ്റർനാഷണൽ പ്രഷർ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് നമുക്ക് തോന്നിയാലും ഹോർമോസ് സ്ട്രെയ്റ്റിലെ മെയിൻ പ്രശ്നങ്ങൾ, ഹോർമോസ് സ്ട്രെയ്റ്റിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. കാരണം ട്രേഡ് മൊത്തത്തിൽ ഈ ഓയിൽ LNG എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്റപ്റ്റ് ആവുന്നതിൻ്റെ ഫാക്ടർ. ഹോർമോസ് സ്ട്രെയ്റ്റ് പാർഷ്യലി ഓപ്പൺ ആയപ്പോലും ഇപ്പോഴും ഇതുവഴിയുള്ള ട്രാൻസിറ്റ് ഫീസ് ഇറാൻ്റെ പേടി കാരണം പല ഷിപ്സും ഇതുവഴി മൂവ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഷിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രീമിയം വളരെ കൂടുതലാണ്. അപ്പോൾ ഇതും എനർജി ട്രാൻസ്മിഷൻ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ്. പിന്നെ UAE ബാക്കിയുള്ള സൗദി പോലത്തെ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡിസ്റപ്റ്റ് ആയതുകൊണ്ടും അവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടും അതുമെല്ലാം തിരിച്ച് റീവയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനർജി പ്രൈസസും ഫെർട്ടിലൈസർ പ്രൈസസ് ഒക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോറക്സ് അത് റുപ്പി പിന്നെ വീക്കുമായി അതൊരു പ്രധാനപ്പെട്ട സംഭവം കൂടാണ്. കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഇടയ്ക്ക് ഗൂഗിളിൽ INR $1 എത്ര രൂപയാണെന്ന് വെറുതെ ഇടയ്ക്കൊന്ന് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുമ്പോൾ 79-75 നിന്നിരുന്ന ഒരു പ്രൈസിങ് $1 = 75 rupees എന്ന് പറയുന്നത് പതുക്കെ 80-85 ആയി. ഇന്ന് നോക്കുമ്പോൾ പതുക്കെ 90+ കഴിഞ്ഞ് ഏകദേശം 95 വരെ എത്തുന്നുണ്ട്. അത് 100ലേക്ക് അടുക്കാൻ അത്ര നേരമൊന്നും വേണ്ട. സോ ഒരു തരത്തിൽ റുപ്പി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഡോളർ ഇങ്ങനെ $1 കണ്ടോ, ഇത്രയും ഡോളർ കയറി നമുക്ക് ഇത്രയും സംഭവങ്ങൾ വാങ്ങിക്കാൻ പറ്റും. $1 ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും കാര്യങ്ങൾ $1 കൊണ്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ റുപ്പി വീക്കനിങ് വലിയൊരു കൺസേൺ ആണ് നമ്മുടെ എക്കോണമിക്ക്. പിന്നെ ഒരു തരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കോണമി ഒരു ക്രൈസിസിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇന്ത്യൻ എക്കോണമി അത്യാവശ്യം റോബസ്റ്റ് എക്കോണമി തന്നെയാണ്, നമുക്ക് അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ ഇമ്പോർട്ട് ബിൽ, നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ പറയത്തില്ല, നമ്മളൊരു മാസത്തെ ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ ഭയങ്കര ഹെവി ആയി നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും എന്ന് പറയുന്ന പോലെ ഇമ്പോർട്ടിൻ്റെ ബില്ല് വളരെ ഹൈ ആയി നിൽക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡി പറയുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങളിൽ നമ്മളൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 10% നമുക്ക് ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം $40 ബില്യൺ വരെ തന്നെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഈ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സിറ്റിസൺസ് അത് പാലിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വർക്ക് ഫ്രം ഹോം വെർച്വൽ മീറ്റിംഗ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിലെ മേജർ ആൾക്കാർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുമ്പോൾ അത്രയും ഫ്യൂല് കൂടുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരുന്ന് കോവിഡ് ടൈമിൽ വർക്ക് ചെയ്ത പോലെ തന്നെ വെർച്വൽ സൂം മീറ്റിംഗ്സും ഗൂഗിൾ മീറ്റൊക്കെ എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്യൂൽ കൺസംഷൻ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോറക്സ്, നമ്മുടെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് അത്ര ഇമ്പോർട്ട് കുറയുമ്പോൾ ആ പൈസ നമുക്ക് ഉപയോഗിക്കേണ്ട വരുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റം. ഗോൾഡ്, ഇത്രയും ആൾക്കാർ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഇന്ത്യ പിന്നെയും ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യണം. ഓരോ പ്രാവശ്യം നമ്മൾ ഇമ്പോർട്ട് ബില്ലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് നമ്മൾ തൊടണം, ഇതെടുത്തിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അവിടെയും നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഗോൾഡ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് അത്രയും ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് കുറവായി വരും. ഇതും ഒരു ഫാക്ടറാണ്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആൾക്കാർ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ മെട്രോ, അതായത് ബസ്സുകളും പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഒരു വീട്ടിൽ നിന്ന് 3-4 കാറ് മാറ്റി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെയും കോസ്റ്റ് കുറയും, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കൺസംഷൻ കുറയും. അപ്പോൾ 80-90% ഇന്ത്യ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഇമ്പോർട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫോറിൻ ട്രിപ്സ് കട്ട് ചെയ്യാൻ പറയുന്നത്, ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ നിർത്താൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോവുകയാണ്, ട്രിപ്പ് പോവുകയാണെങ്കിലും വേറൊരു കല്യാണം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ പോയാൽ നമ്മൾ ട്രാവലിനും ഷോപ്പിങ്ങിനും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഡോളേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. സോ ഒരു തരത്തിൽ
ഇത് നമ്മുടെ സ്പെൻഡിങ് അവിടേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ടൂറിസം, നമ്മൾ ഇന്ത്യയിൽ തന്നെ എല്ലാ പരിപാടിയും ചെയ്യുകയാണെങ്കിൽ, കല്യാണം ബാക്കി ട്രിപ്പിംഗ് എല്ലാം ഇവിടെ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്കകത്തുള്ള മണി ഫ്ലോ എല്ലാം ഇവിടെ തന്നെ നടക്കും. അപ്പോൾ ഒരു രീതിയിൽ ഡൊമസ്റ്റിക്കിന് നല്ലൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് തൽക്കാലത്തേക്ക് പുറത്ത് പോകണ്ട എന്നുള്ളത് ഇവിടെ പറയുന്നത്. ഇനി അതേപോലെ ഓയിലിൻ്റെ കാര്യത്തിൽ, എഡിബിൾ ഓയിൽസ്, ഇന്ത്യയുടെ കുക്കിംഗ് ഓയിൽ അല്ലെങ്കിൽ കൺസംഷൻ എഡിബിൾ ഓയിൽ എന്ന് പറയുന്നതും വലിയ ഇമ്പോർട്ടാണ്. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലെസ് ഓയിൽ എന്ന് പറയുന്നതിൽ ഒരു ചെറിയ ഹെൽത്ത് ബെനിഫിറ്റും കൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെസ് ഓയിൽ ഈസ് ഓൾവേസ് ഹെൽത്തി എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ഫാർമേഴ്സിൻ്റെ കാര്യത്തിൽ, കർഷകരുടെ കാര്യത്തിൽ, ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഓർഗാനിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ സോയിൽ ഹെൽത്തും മറ്റു ഒരുപാട് കാര്യങ്ങൾ സോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കർഷകർക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ പറയുന്നത്. ആൻഡ് അഗെയിൻ സ്വദേശി ഗുഡ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഫോറിൻ ഗുഡ്സ് വാങ്ങിക്കാതിരുന്ന് കഴിയുമ്പോൾ കൂടുതൽ ഡൊമസ്റ്റിക് ഗുഡ്സ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡുകൾ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഫോറിൻ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുറയും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വാങ്ങിക്കുമ്പോൾ കൂടുതൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഗ്രോ ചെയ്യും. മണി ഫ്ലോ എല്ലാം ഇന്ത്യൻ ഇൻഡസ്ട്രീസിലേക്ക് വരുമ്പോൾ ഡെവലപ്മെൻറ്റ്, ആത്മനിർഭർ ഭാരത്, സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് ആശയങ്ങൾ ഇവിടെ മുന്നോട്ട് വരും. ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ കോമൺ പബ്ലിക്, നമ്മുടെ ജനങ്ങൾ ഇതൊക്കെ പാലിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. റിയലിസ്റ്റിക് പിക്ചർ വെച്ചിട്ട് റീസെൻ്റ് അനാലിസിസ് നോക്കിയപ്പോൾ ഗോൾഡ് ബൈ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ ചില ക്യാൻസലേഷൻസ് ഒക്കെ വന്നു എന്നല്ലാതെ ഗോൾഡിൻ്റെ ഡിമാൻഡ്, ഗോൾഡ് ആൾക്കാർ ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊരു ഇന്ത്യൻ സൈക്കോളജിയും കൂടാണ്, പ്രത്യേകിച്ച് കേരള സൈക്കോളജി. ഗോൾഡ് ക്രേസി ആൾക്കാരാണ്. അപ്പോൾ അതിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഈവൻ ഡൽഹി ഗവൺമെൻറ് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോമും നോ കാർ ഡേ, ചില ദിവസങ്ങൾ കാറുകൾ വേണ്ട, വർക്ക് ഫ്രം ഹോം തന്നെ ഇരുന്ന് ചെയ്യാമെന്നുള്ള ചില പോളിസീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു 10% നമ്മൾ കണക്കെടുത്തു, ഒരു 20 to 30% ആൾക്കാരെങ്കിലും ഇന്ത്യയിൽ ഇത് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേവ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ. എന്തായാലും പബ്ലിക്കിൻ്റെ കാര്യമല്ല, ഇനി എത്രത്തോളമാണ് ആൾക്കാർ ഇത് ചെയ്യാൻ പോകുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.